Pra pra pre pra pre pre pum pra pri pre na pre pre pre. ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രിയിൽ തട്ടേക്കേരി എ ഗ്രേഡ് വാങ്ങിയ 3 മിടുക്കന്മാരാണ് ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത്. നമുക്ക് 3 പേരെയും ആദ്യം ഒന്ന് പരിചയപ്പെടാം, എന്നതിന് ശേഷമാവാം 3 പേരുടെ പെർഫോമൻസ്. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് അഭിഷേക്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഗവൺമെൻറ് മോഡൽ ബോയ്സ് കുന്നംകുളത്താണ് ഞാൻ പഠിക്കുന്നത്, ആ സ്കൂളിൽ. എൻ്റെ പേര് ജയത്തിലക്. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു, ബോയ്സ് HSS കരുനാഗപ്പള്ളി സ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ പേര് അബ്ബാൻ അഷ്റഫ്, മലപ്പുറം പൊന്നാലിനാണ് വരുന്നത്, ഐഡിയൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3 പേര് ഇവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടാണല്ലോ, നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? ഞാൻ നോക്കുമ്പോൾ 3 പേര് ഒരുമിച്ച് എടുക്കുന്നത്. അല്ലല്ലേ, ഇവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവരൊരു പെർഫോമൻസ് ആദ്യ റൗണ്ട് ഒന്ന് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. തുടങ്ങല്ലേ? ഞാൻ പൂരത്തിൻ്റെ വെടിക്കെട്ട്. ഗംഭീരം. അടുത്താണ്. ഞാൻ ബീറ്റ് ബോക്സ് ആണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അത് ചെയ്യാം. അതിലും ഗംഭീരം. നേരത്തെ ഒരാളിവിടെ പൂരത്തിന് വെടിക്കെട്ടാ, മറ്റൊരാൾ ഇവിടുന്ന് റോക്കറ്റ് വിട്ട ടീമുണ്ട്. അത് ആ റോക്കറ്റ് വിട്ട് നോക്കാം ആദ്യം. മാപ്പിള പാട്ടുകളൊക്കെ റാപ്പായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ. അല്ല, ചന്ദ്രയാനൊന്നും വിട്ടില്ലായിരുന്നു? അത് വിടണം. ഓക്കെ, ചന്ദ്രൻ 3 വീക്ഷ ആണോ? ഇറ്റ്സ് ടൈം ഫോർ ടേക്ക് ഓഫ്. എത്തിയോടെ? പിന്നെ ലാൻഡ് ചെയ്യുന്ന അവിടെ ശബ്ദം കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ലാൻഡ് ചെയ്യുന്ന ഇടാഞ്ഞ് വിട്ടിട്ടുണ്ട് എന്തായാലും. പിന്നെ ആദ്യം ഏതായാലും അവിടെ അവതരിപ്പിച്ചത് സ്റ്റേജിൽ? ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണോ സ്റ്റേജിലേക്ക് എത്തുന്നതൊക്കെ? അതെ, ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. മുന്നത്തെ 2 തവണ ജില്ലയിൽ സെക്കൻഡ് ആയിരുന്നു. ഇത് തവണ വാങ്ങിക്കൊണ്ട് അപ്പോൾ കട്ടൻ വീട്ടിൽ തിരിച്ചു വന്നാണ് തവണ അല്ലേ? അതെ. ഏറ്റവും ഫസ്റ്റ് എന്തായിരുന്നു ഇവിടെ സ്റ്റേജിൽ അവതരിപ്പിച്ചത്? ഞാൻ ബീറ്റ് ബോക്സിൽ നിന്ന് തുടങ്ങിയത്. ലാസ്റ്റത്തേതാ? ലാസ്റ്റത്തെ വെടിക്കെട്ടെടുത്ത്. വെടിക്കെട്ട് നേരത്തെ കണ്ടേ അല്ലേ? ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പഠിപ്പിക്കുന്നതൊക്കെ? അച്ഛൻ മിമിക്രി ചെയ്യും, അപ്പോൾ അങ്ങനെ അച്ഛൻ വഴി. പിന്നെ ഇതൊരു സ്കിറ്റ് രൂപത്തിലേക്കുന്നത് എൻ്റെ ഒരു മാഷാണ് പ്രതിജ്ഞൻ. അപ്പം ഏതൊക്കെ വിഷയങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്? അത് ട്രെയിൻ, അങ്ങനത്തെ പ്രകൃതി, പക്ഷിമൃഗാതി, അങ്ങനെ. ഇത് രണ്ടാം തവണയാണോ? എത്രാം തവണയാണ് സ്റ്റേറ്റിൽ? ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റേറ്റ് വരുന്നത് ആദ്യമായിട്ടാണ്. +2 +1 വരാൻ ഞാൻ നോക്കി, പക്ഷേ പറ്റിയില്ലായിരുന്നു. +2 വന്നു, എ ഗ്രേഡ് നേടാൻ പറ്റി. അത് സന്തോഷമുള്ള കാര്യമാണ്. ആരെ പഠിപ്പിച്ചതൊക്കെ ആയിരുന്നു? ഞാൻ തന്നെ പഠിച്ചു, എന്നെ ആരും പഠിപ്പിച്ചുകൊണ്ടൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ്സിൻ്റെ അവസാനമൊക്കെ സമയത്താണ് തുടങ്ങുന്നത്. തന്നെ പ്രാക്ടീസ് ചെയ്ത്, പിന്നെ എനിക്ക് സഹായമായിട്ടുള്ളത് ഈ യൂട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ, അതൊക്കെ കണ്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണല്ലോ. നേരത്തെ ബീറ്റ് ബോക്സ് നിങ്ങൾ കണ്ടോ? ഇനി ഒരു ഐറ്റം കൂടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്തായിരുന്നല്ലോ ഇവിടെ സ്റ്റേജിൽ തന്നെ. ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്തായിരുന്നു. അതിനകത്ത് ട്രംപറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിൽ നമ്മൾ സാരെ ജഹാം സെച്ച്, അത് കൂടാതെ ഒരു വോയിസും കൂടെ. അത് ഈ മീൻ കച്ചവടക്കാർ ഹോൺ യൂസ് ചെയ്യും. ആ ഹോണിൻ്റെ സൗണ്ട്, പഴയ നമ്മൾ ഐസ് വണ്ടീനൊക്കെ ആ വോയിസ്, ഇതാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ആക്കി ചെയ്യുന്നത്. ഗംഭീരം. കുറേ കാലം കേൾക്കാത്ത ശബ്ദം കേട്ടു, അല്ലെങ്കിൽ വളരെ സന്തോഷം. നേരത്തെ ഒരു റോക്കറ്റ് വിട്ടുണ്ടായിരുന്നു, അവിടെ എത്തി. ഇനിയിപ്പോൾ അടുത്ത ഐറ്റം എന്താ നോക്കാം.
ഞാനിപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇത് 3ാമത്തെ വർഷമാണ് ഞാൻ എ ഗ്രേഡ് വാങ്ങി. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഇപ്പോൾ +1 ആണ്. അപ്പോൾ ഒരു വർഷം കൂടെ ഉണ്ട് മത്സരിക്കാനൊക്കെ. എൻ്റെ താത്ത ഇതേപോലെ തന്നെ കൊറോണയ്ക്ക് മുമ്പ് എൻ്റെ താത്ത 5 വർഷം വിന്നറായിരുന്നു. ഞങ്ങളെ രണ്ടാളും പഠിപ്പിച്ചത് എൻ്റെ ഉപ്പയാണ്, കലാഭവൻ അഷ്റഫ് എന്ന് പറയും. ഞാനിപ്പോൾ റോക്കറ്റ് വിട്ട് കഴിഞ്ഞല്ലോ, അപ്പോൾ മാപ്പിള പാട്ടുകൾ റാപ്പാക്കി മാറ്റിയ മലയാള സിനിമ നേരത്തെ ചെയ്യാൻ. ആനേ മദനപ്പൂ കന്നിത്തേനാരേ പ്രാ പ്രാ പ്രേ പ്രാ പ്രേ പ്രപ്പു പ്രാ പ്രി പ്രേ നാ പ്രേ 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 പ്രാ പ്രൻ പ്രൽ പ്രൂ പ്രൈ പ്രട്ട പ്രൂ പ്രൈ പ്രുല്ലാ പ്രേ പ്രേ പ്രേ. അടിപൊളി അടിപൊളി. എന്തായാലും ഞങ്ങൾ 3 പേർക്ക് ആശംസകൾ തരിക. കാരണം ഇനിയുള്ള കലോത്സവ വേദികളിലൊക്കെ ഇതിലും മികച്ച പെർഫോമൻസ് ഒക്കെ നടത്താൻ കഴിയട്ടെ എന്ന് 3 പേരോട് ഞങ്ങൾ ആശംസിക്കുകയാണ്. പത്മവാനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.